എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് പരിപ്പ് ചീര കൊണ്ടുണ്ടാക്കുന്ന കറിയുടെ റെസിപ്പിയാണ്. 2 കളറിൽ ഇതിൽ ലഭ്യമാണ്. ഇതേപോലെ ഒരു കളറും പിന്നെ പച്ച കളറും. രണ്ടും ഒരേ കെട്ടിൽ തന്നെ നമുക്ക് കാണാം. പച്ച കളർ ഇതേപോലെ ഇരിക്കും, ചെറുതായൊരു പിങ്ക് കളറും ഉണ്ട്. വളരെ രുചികരമായൊരു ചീരയാണ്. കടയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നന്നായി കഴുകിയതിന് ശേഷം ചെറുതായി മുറിച്ചെടുക്കാം. ചീര ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പരിപ്പ് വേവിച്ചെടുക്കാം. അതിനായി ഇറക്കപ്പിലും കുറവായിട്ടാണ് പരിപ്പ് എടുത്തിരിക്കുന്നത്. ഈ ചീരയ്ക്ക് അധികം പരിപ്പ് ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് നല്ല കൊഴുപ്പുണ്ടാകും. പരിപ്പ് നന്നായി കഴുകിയെടുക്കാം. ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ഇടാം. കൂടെ തന്നെ മഞ്ഞളും 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതിലേക്കൊരു 4 വെളുത്തുള്ളി അല്ലി കൂടി ഇടാം. ഒരു വിസിലിന് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വേകുന്ന പരിപ്പായതുകൊണ്ട് ഒരു വിസിൽ മതിയാകും. കറിക്കുള്ള അരപ്പ് കൂടി റെഡിയാക്കാം. അതിനായി അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് 3-4 പച്ചമുളക് കൂടി ഇടാം. നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്. ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഇല കൂടി ഇടാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. ഒരു വിസിലിന് വേവിക്കാം. ചീരയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നന്നായി നുടച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി തിളപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് നന്നായി തിളപ്പിക്കാം. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. സവാളയോ ചെറിയ ഉള്ളിയോ വെച്ച് തളിച്ചിടാം. സവാള നന്നായി ചോക്കുന്നവരെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഇടാം. വളരെ ടേസ്റ്റിയായ പരിപ്പ് ചീരക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.